ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കൊച്ചി തീരത്തിനടുത്ത് MSC എൽസ 3 ചരക്കു കപ്പൽ അപകടത്തിൽ പോലീസ് കേസെടുത്തു. കപ്പൽ കടലിൽ മുങ്ങി 19ാം ദിവസമാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തത്. കപ്പൽ ഉടമസ്ഥൻ, ഷിപ്പ് മാസ്റ്റർ, കപ്പൽ ജീവനക്കാർ എന്നിവരെ പ്രതിയാക്കിയാണ് FIR. മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം കപ്പൽ കൈകാര്യം ചെയ്തു എന്നാണ് പോലീസിന്റെ പരാമർശം. കപ്പൽ അപകടത്തിൽ ഇപ്പോൾ കേസെടുക്കേണ്ടതില്ലെന്നും നഷ്ടപരിഹാരം മതിയെന്നുമായിരുന്നു സർക്കാരിന്റെ മുൻ നിലപാട്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി നല്ല അടുപ്പമുള്ളതിനാൽ കേസെടുത്താൽ ഗുണകരമാകില്ലെന്ന് സർക്കാർ കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേരള തീരത്തിനടുത്ത് മറ്റൊരു കപ്പൽ അപകടത്തിൽപ്പെടുകയും കേസെടുക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതോടെയാണ് കേസെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. മത്സ്യത്തൊഴിലാളിയായ C. ശ്യാംജിയുടെ പരാതിയിലാണ് ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തത്. അടിക്കടി എന്തുകൊണ്ട് നമ്മുടെ കടലിൽ ഇവിടെ നമ്മുടെ ആലപ്പുഴ, എറണാകുളം, കൊച്ചി ഈ പറയപ്പെടുന്ന ഈ ബോർഡറിനകത്ത് വന്ന് കടൽ ഇത്തരം കപ്പൽ അപകടങ്ങളുണ്ടാകും. ഇതിനകത്ത് ദുരൂഹത ഉണ്ടാവാം. പരാതി കൊടുത്ത് FIR ഇട്ട് നമ്മൾ FIR ഇട്ടപ്പോൾ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചല്ലോ, കേസെടുത്തല്ലോ, അതൊരു വലിയ സന്തോഷമാണ്. കപ്പലുടമയാണ് ഒന്നാം പ്രതി. കപ്പലിന്റെ ഷിപ്പ് മാസ്റ്ററിനെ രണ്ടാം പ്രതിയായും മറ്റു ജീവനക്കാരെ മൂന്നാം പ്രതിയാക്കിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ഫോടന സാധ്യതയുള്ള ചരക്കുണ്ടായിരിക്കെ കപ്പൽ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന തരത്തിൽ കൈകാര്യം ചെയ്തുവെന്നാണ് FIR. കേസെടുക്കാൻ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമായിരുന്നുവെന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവന്റെ വാദം. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസ് എടുക്കേണ്ടതില്ലെന്ന് ഒരു ഘട്ടത്തിലും തീരുമാനിച്ചിരുന്നില്ല. ഒരു ക്രിമിനൽ ഓഫൻസ് നടന്നെങ്കിൽ മാത്രമേ ആദ്യം ചാടിക്കരുതെന്ന് കേസെടുക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ പരാതികൾ വരുന്നതിനെ ആസ്പദമാക്കിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പരിശോധനയിൽ വരുന്ന റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുമാണ് കേസെടുക്കേണ്ടത്. കേസെടുക്കാൻ കാലതാമസമുണ്ടായത് എന്തുകൊണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. കേസെടുക്കാനുള്ള കേരള സർക്കാരിൻ്റെ വൈകിയുദിച്ച ബുദ്ധി എന്തായാലും നല്ല കാര്യമാണ്. 24-ാം തീയതി പാതിരാത്രി നടന്ന സംഭവത്തിന് 17 ദിവസം കഴിഞ്ഞിട്ടാണ് സർക്കാർ ഒരു FIR ഇട്ടിരിക്കുന്നത്. കേസെടുക്കാൻ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ലഭിച്ചിരുന്നതായി സർക്കാർ അറിയിച്ചു. പരാതി ഉണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാമെന്ന് അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം നൽകിയിരുന്നതായും സർക്കാർ വിശദീകരിച്ചു. 24 തിരുവനന്തപുരം. ബേപ്പൂർ അഴീക്കൽ തീരത്തിന് സമീപം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 ചരക്കു കപ്പലിലെ രക്ഷാദൗത്യത്തിൽ നിർണായക പുരോഗതി. തീപിടിച്ച കപ്പലിലേക്ക് വിദഗ്ധ സംഘം ഇറങ്ങി വടം ഉപയോഗിച്ച് കപ്പലിനെ ടഗ് ബോട്ടുമായി ബന്ധിച്ചു. കപ്പൽ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനാണ് ശ്രമം. ഉൾക്കടലിലെ കപ്പലിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കടലിൽ നിന്ന് കത്തുന്ന കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമം 3ാം ദിവസവും തുടരുകയാണ്. തീയുടെ തീവ്രത കുറഞ്ഞെങ്കിലും പൂർണ്ണമായും നിയന്ത്രണ വിധേയമായില്ല. ഉൾക്കടലിലെ കപ്പലിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. തീയുടെ തീവ്രത കുറഞ്ഞ സാഹചര്യത്തിലാണ് കപ്പലിലേക്ക് അതിസാഹസികമായി രക്ഷാപ്രവർത്തക സംഘം ഇറങ്ങിയത്. കപ്പലിന്റെ മുൻഭാഗത്തുള്ള വലിയ കൊളുത്തിൽ വടം കെട്ടി ടഗ് ബോട്ടുമായി ബന്ധിപ്പിക്കാൻ സംഘത്തിന് കഴിഞ്ഞു. കപ്പൽ കടലിനുള്ളിലേക്ക് കൂടുതൽ കെട്ടിവലിച്ചു മാറ്റാനുള്ള ശ്രമത്തിൽ നിർണായകമായ വിജയമാണ് പോർബന്തറിൽ നിന്നുള്ള MERC സംഘം കൈവരിച്ചിരിക്കുന്നതെന്നാണ് വിവരം. തീരരക്ഷാസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് സംഘം കപ്പലിലിറങ്ങിയത്. അതേസമയം കപ്പൽ അപകടങ്ങളിൽ കോസ്റ്റ് ഗാർഡും ഷിപ്പിംഗ് മന്ത്രാലയവും ഇടപെട്ടിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചു. നമ്മുടെ കപ്പാസിറ്റി അതുപോലെ ഇന്റർനാഷണൽ ലെവൽ തലത്തിലുള്ള അതിനൊരു നടപടിക്രമമുണ്ട്. അത് മുഴുവൻ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രണ്ടാമത്തെ അടുത്തോട്ട് നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ആദ്യത്തെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെന്ത് ചെയ്യാൻ സാധിക്കും, അത് പിന്നെ ആ കപ്പൽ അവരും കൂടെയാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് ആ കപ്പൽ വേണ്ടെങ്കിൽ രക്ഷയില്ല. അതിൻ്റെ അകത്തുള്ള വസ്തുക്കളെടുത്ത് നശിപ്പിക്കാനേ സാധിക്കും. കോസ്റ്റ് ഗാർഡിന്റെ സാമർത്ത്, സചേത്, സമുദ്രപ്രഹി എന്നീ കപ്പലുകൾ തീ അണയ്ക്കാനുള്ള ദൗത്യം തുടരുകയാണ്. കടലിൽ കണ്ടെയ്നറുകൾ പതിച്ചുള്ള പാരിസ്ഥിതികാഘാതം ഒഴിവാക്കാൻ പൊല്യൂഷൻ കൺട്രോൾ വെസൽ ദൗത്യം തുടരുന്നുണ്ട്. നാവികസേനയുടെ INS സത്ലജിനെ ദൗത്യമേഖലയിൽ നിന്ന് പിൻവലിച്ചു. കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ MSC എൽസ 3യുടെ സർവേ ദൗത്യവുമായി ബന്ധപ്പെട്ടാണിത്. അതേസമയം മംഗളൂരുവിൽ ചികിത്സയിലുള്ള നാവികരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ഒരാൾ ഇന്ന് ആശുപത്രി വിടും. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ഇവർ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. മറ്റൊരാൾക്ക് കൂടി നാളെയോ മറ്റന്നാളോ ആശുപത്രി വിടാനാകുമെന്നാണ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. തീയാളുന്ന കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ അടുത്ത 5 ദിവസം തെക്കുകിഴക്കായി കടലിലൂടെ ഒഴുകി നീങ്ങും. വടകരയ്ക്കും പൊന്നാനിക്കും ഇടയിൽ തീരത്ത് കണ്ടെയ്നറുകൾ അടിയാനാണ് സാധ്യതയെന്ന് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണൻ നായർ 24 പറഞ്ഞു.
അപകടകരമായ രാസവസ്തുക്കൾ അടക്കമുള്ള ചരക്കാണ് വാൻഹൈ 503 എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത്. തീപിടുത്തത്തിന് പിന്നാലെ 25 കണ്ടെയ്നറെങ്കിലും കടലിലേക്ക് പതിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ ചെരിഞ്ഞ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ പിന്നെയും വീണതായി കോസ്റ്റ് ഗാർഡും പറയുന്നു. കണ്ടെയ്നറുകളുടെ സഞ്ചാരപാതയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വിവരം നൽകുന്നത് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസിലൂടെയാണ്. നെക്സ്റ്റ് 5 days, അടുത്ത 5 ദിവസങ്ങളിൽ നമ്മൾക്ക് ഇത് പാരലായിട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ 5 ദിവസം കഴിഞ്ഞിട്ട് അത് വടകരയും പൊന്നാനിക്കും ഇടയിലാണ് കൂടുതൽ കണ്ടെയ്നേഴ്സ് അടിയാനുള്ള സാധ്യത ഇന്നത്തെ സ്ഥിതി വെച്ച്, അതായത് ഇന്നത്തെ സമുദ്രസ്ഥിതി വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓയിൽ ചോർച്ച ഉണ്ടായെന്ന പ്രചാരണം തെറ്റാണ്. അമിത ആശങ്ക വേണ്ട. ഈ ഓയിൽ സ്പില്ല് ഇതുവരെ ഓയിൽ സ്പില്ല് അവിടെ ആ സ്ഥലത്ത് സംഭവിച്ചതായിട്ട് നമ്മൾക്ക് വിവരമില്ല. സാറ്റലൈറ്റ് ഡാറ്റയിൽ നമ്മൾ അത് കാണുന്നില്ല. അത് കൂടുതലും നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ ഈ വസ്തുക്കൾ, അതായത് കണ്ടെയ്നേഴ്സ് അടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കും കൂടുതലും ഓയിൽ സ്പിൽ ഉണ്ടാകാൻ സാധ്യത. പക്ഷേ കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനം കൊണ്ട് അവിടെ തന്നെ ഈ ഓയിൽ സ്പില്ലിനെ അവർ തടഞ്ഞു നിർത്തും, അല്ലെങ്കിൽ ഡിസ്പേഴ്സന്റ് ഉപയോഗിച്ച് അത് നശിപ്പിച്ചു കളയും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇൻകോയ്സ് നേരിട്ട് വിവരങ്ങൾ കൈമാറുന്നുണ്ട്. സമുദ്ര സാഹചര്യം മാറുന്നതിനാൽ ദിവസവും ബുള്ളറ്റിനുകൾ പുതുക്കും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. ഒഡീഷയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം. ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഒഡീഷയിൽ എത്തിയ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ 4 വിദ്യാർത്ഥികളെയാണ് ആക്രമിച്ചത്. മാരകായുധങ്ങൾ കൊണ്ടും ബിയർ ബോട്ടിൽ കൊണ്ടും ആക്രമിച്ചു എന്നാണ് വിവരം. YS അഭിനന്ദ് വിശദാംശങ്ങൾ നൽകും. അഭിനന്ദ്, ആരാണ് ഇവരെ ആക്രമിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇവർക്ക് കാര്യമായ പരിക്കേറ്റിട്ടുണ്ടോ? വിജയകുമാർ, കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം ഉണ്ടായത്. ഒഡീഷ സർക്കാരിന്റെ ഒരു സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഇവർ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടത്. അതിനുശേഷം ഞായറാഴ്ച ആയതിനാൽ തന്നെ പൊട്ടുടി വെള്ളച്ചാട്ടം കണ്ട് തിരികെ വരാമെന്ന ഉദ്ദേശത്തോടുകൂടിയിട്ടാണ് അവിടെ എത്തുന്നത്. ഈ കവർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരെ ആക്രമിച്ചത്. ഈ ഗുണ്ടകൾ ഏതാണ്ട് ഒരു പ്രകോപനം കൂടാതെ ഇത്തരത്തിലേക്ക് ആക്രമിക്കുകയായിരുന്നു. മാരകായുധങ്ങൾ കൊണ്ടും ബിയർ ബോട്ടിൽ കൊണ്ടും ആക്രമിച്ചു. തലയ്ക്കും കൈക്കും എന്തായാലും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഇയാൾ കവരുകയും ചെയ്തു. 2 അംഗ സംഘമാണ് ഇവരെ ആക്രമിച്ചതെന്നാണ് പോലീസിനോട് ഇവർ നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും ഉടൻ തന്നെ ഇവർ ഒഡീഷ പോലീസിന് വിവരം അറിയിക്കുകയും ഒഡീഷ പോലീസ് സ്ഥലത്തെത്തി ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ഇവരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അറിയുന്നത്. രക്ഷിതാക്കൾ ഇവരെ കൂട്ടുവാൻ വേണ്ടിയിട്ട് ഒഡീഷയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള ഊർജിതമായ അന്വേഷണം ഇപ്പോൾ ഒഡീഷ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വിജയകുമാർ, അതായത് അഭിനന്ദ്, ഇത് മോഷണ ശ്രമത്തിനിടെയാണ് ഇവർക്ക് പരിക്കേറ്റത്. മോഷണമായിരുന്നു അവരുടെ ലക്ഷ്യം, അല്ലേ? വിജയകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. മോഷണമായിരുന്നു ഇവരുടെ ഉദ്ദേശം. ഇവർ പൊട്ടുടി വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഇവർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമിക്കുകയായിരുന്നു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം കവർന്നു. പിന്നെയും ഇവർ തടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇവരെ തലയ്ക്കും കൈക്കും അടിച്ച് പരിക്കേൽപ്പിച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇവരെ മാരകമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കമ്പി, ബിയർ ബോട്ടിൽ ഉൾപ്പെടെ വെച്ച് തലയ്ക്കും കൈക്കും അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കവർന്നിട്ടുമുണ്ട്. പിന്നാലെയാണ് പോലീസ് സ്ഥലത്തെത്തി കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത്. വിജയകുമാർ, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയെ എതിർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണ. മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ തന്നെ കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നു എന്ന് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വീണ പറഞ്ഞു. പിണറായി വിജയനും വീണയും അഴിമതിക്കാരെന്ന് തെളിയിക്കുന്നതിനുള്ള പോരാട്ടം തുടരുമെന്നാണ് മാത്യു കുഴൽനാടൻ MLAയുടെ പ്രതികരണം. CMRL മാസപ്പടി കേസിലെ CBI അന്വേഷണത്തെ അതിശക്തമായി എതിർക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ T വീണ. വിദ്യാസമ്പന്നയും സംരംഭകയുമായ യുവതിയെ മനഃപൂർവ്വം മാനഹാനി വരുത്താനാണ് പൊതുതാത്പര്യ ഹർജിയെന്ന് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ്. എക്സാലോജിക് ഒരു ബെനാമി കമ്പനി അല്ലെന്നും കൃത്യമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപാടുകൾ നടന്നതെന്നും T വീണ പറയുന്നു. CMRL എക്സാലോജിക് ഇടപാട് നിലവിൽ SFIO അന്വേഷിക്കുന്നുണ്ട്. SFIO അന്വേഷിക്കുന്നതിനാൽ CBIക്ക് അന്വേഷിക്കാനാകില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. AKG സെന്ററിലെ വിലാസം തെറ്റായി ഉപയോഗിച്ചതിനല്ല ROC പിഴ ഈടാക്കിയത്. നടപടിക്രമങ്ങളിലെ വീഴ്ച പരിഹരിക്കാനാണ് പിഴയെന്ന് വീണ പറയുന്നു. സത്യവാങ്മൂലത്തിലെ വാദങ്ങൾ ദുർബലവും സാങ്കേതികവുമെന്ന് മാത്യു കുഴൽനാടൻ MLAയുടെ പ്രതികരണം. വീണയുടെ വാദം, ആർഗ്യുമെന്റ് തികച്ചും ദുർബലവും സാങ്കേതികവുമാണ്. ഈ കമ്പനിക്കെതിരെ നിരവധി മലിനീകരണ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നാട്ടുകാർ പരാതി നൽകുമ്പോൾ 2016 മുതൽ ഈ പണം വാങ്ങിയ വീണയുടെ അച്ഛനായ
മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിലെ അഴിമതി വ്യക്തവും വളരെ ക്ലിയറുമാണ്. മാസപ്പടി കേസിലെ CBI അന്വേഷണം എതിർത്ത് നേരത്തെ മുഖ്യമന്ത്രിയും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. മാധ്യമപ്രവർത്തകനായ MR അജയനാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. 24 കൊച്ചി. നിലമ്പൂരിൽ പോരാട്ടച്ചൂട്. നിലമ്പൂരിൽ വർഗീയ ബന്ധം ആരോപിച്ച് LDF UDF മുന്നണികൾ. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതുപോലെയാണ് LDFന്റെ സ്ഥിതിയെന്ന് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ UDF. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇന്നലെയുമില്ല, ഇന്നുമില്ല, ഇനി നാളെയുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിലമ്പൂരിൽ കൊണ്ടും കൊടുത്തുമാണ് നേതാക്കളുടെ പ്രതികരണം. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് 5000 വോട്ടെന്നാണ് LDF UDF കണക്കുകൂട്ടൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ LDFന്റെ നെറ്റ് ചൊളിഞ്ഞു. പിന്തുണയെ സ്വാഗതം ചെയ്തും LDFനുള്ള PDP പിന്തുണയെ വിമർശിച്ചും UDF നേതാക്കൾ. അവർക്ക് ആരെയും കൂട്ടാം, അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി, അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് CPM കൽപ്പിക്കുന്നു. CPMനെ എതിർക്കുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരായിട്ട് മാറും. അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും വിലപ്പോവില്ല. നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ഷൻ നടക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ വോട്ട് നേടും. സ്ഥാനാർത്ഥികൾക്ക് ആരുടെ വോട്ടും വാങ്ങിക്കാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ചോദിക്കേണ്ടത് CPMനോടാണ്. അവർ ജമാഅത്തെ ഇസ്ലാമി നല്ലതാണെന്ന് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുകൂടി. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി കുറ്റപ്പെടുത്തുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ എനിക്കറിയില്ല. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം മുഖമെന്നായിരുന്നു LDF വിമർശനം. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് PDP ബന്ധത്തെ ചൊല്ലി CPIMുമായി കൊമ്പുകോർത്ത CPI മുൻനിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം വകുപ്പായിരിക്കെ അതിനെ PDPയുമായി തുലനപ്പെടുത്തുന്നത് ശരിയായിരിക്കില്ല. നിങ്ങൾ പറയുന്ന കാലത്ത് PDP ഇന്നില്ലല്ലോ. ആ PDP ഇല്ല. അതിന്റെ തീവ്രവാദ ആശയങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട്. പ്രീണന രാഷ്ട്രീയമാണ് നടക്കുന്നത് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം. ഞങ്ങൾ ചെയ്യുന്നത് വികസനം, 11 കൊല്ലം വികസനം ചെയ്ത് കാണിച്ചു കൊടുത്ത വികസനം. ഇവിടെ അഴിമതിയും പ്രീണന രാഷ്ട്രീയവും. ഇതാണ് കോൺട്രാസ്റ്റ്, ഇതാണ് ചോയ്സ്. ജമാഅത്തെ ഇസ്ലാമി UDFനെയും PDPയും അഖില ഭാരതീയ ഹിന്ദു മഹാസഭയും LDFനെയും പിന്തുണയ്ക്കുന്നതാണ് നിലവിൽ നിലമ്പൂരിലെ ചൂടേറിയ ചർച്ചാ വിഷയം. 24 നിലമ്പൂർ. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവനയിൽ വിവാദം. പ്രസ്താവന ഗൗരവതരമെന്ന് കുറ്റപ്പെടുത്തി സമസ്ത AP വിഭാഗം രംഗത്തെത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയങ്ങളിൽ മാറ്റം വന്നിട്ടില്ലെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അതിനുശേഷം നടത്തിയ ഒരു പ്രസ്താവനയിൽ ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വളരെയേറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഗതിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് വേണ്ട പോലെ പഠിച്ചിട്ടല്ല ഈ പ്രസ്താവന എന്നാണ് തോന്നുന്നത്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്നല്ലാതെ അവരൊരിക്കലും അവരുടെ ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ UDF പിന്തുണയിൽ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ്. രാഷ്ട്രീയ ആത്മഹത്യയാണിതെന്നും ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാകുമെന്നും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത പ്രസ്താവനയിൽ അറിയിച്ചു. നിലമ്പൂരിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പുള്ളത് എന്നാണ് കോൺഗ്രസിനുള്ള മുന്നറിയിപ്പ്. ഇടതുപക്ഷത്തിന്റെ PDP ബാന്ധവത്തിന്റെ പേരിൽ വെൽഫെയർ പാർട്ടി സഖ്യത്തെ വെള്ളപൂശുന്നത് ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുന്നതിന് തുല്യമാണെന്നും പ്രസ്താവനയിൽ വിമർശിക്കുന്നു. സമസ്തയെ പ്രശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ഇടം സമസ്തയിലുണ്ട് എന്ന് പിണറായി വിജയൻ. സമസ്തയില്ലാത്ത സാമൂഹ്യ കേരളത്തെക്കുറിച്ച് ചിന്തിക്കാനാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമസ്തയുടെ ചരിത്രം പറയുന്ന പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു പ്രശംസ. സമസ്തയുടെ ചരിത്രത്തിൽ തുടങ്ങി വർത്തമാനകാലത്തെ പ്രവർത്തനങ്ങളെയും പരാമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. സമസ്ത മുന്നോട്ട് വയ്ക്കുന്ന ചിലതിൽ വിയോജിപ്പുണ്ടെന്നും അത് തുറന്നു പറയാനുള്ള ജനാധിപത്യ ഇടമുള്ളതാണ് ശ്രദ്ധേയമെന്നും മുഖ്യമന്ത്രി. എന്നാൽ ആ വിയോജിപ്പ്
രേഖപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ ഇടം നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ആ കാഴ്ചപ്പാട് ചില സമുദായ സംഘടനകൾക്കും കൈമോശം വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയണം. വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നവർക്ക് സംവദിക്കാനുള്ള തലം ഒരുക്കുകയാണ് വേണ്ടത്. വർഗീയതയുടെ കാലത്ത് സമസ്തയുടെ സാന്നിധ്യം ആശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതിനിടയിൽ മുഖ്യമന്ത്രിക്കെതിരെ സതീശന്റെ ഒളിയമ്പ്. വേദി വിട്ട് മുഖ്യമന്ത്രി പോയ ശേഷമായിരുന്നു പരോക്ഷ വിമർശനം. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയുള്ള ഒരു കാലമാണ്. ചിലര് നോക്കി നിൽക്കുകയാണ്, എന്തെങ്കിലും വീണ് കിട്ടാൻ തീ പിടിപ്പിക്കാൻ നോക്കി നിൽക്കുകയാണ്. എല്ലാ ഭാഗത്തും ഉണ്ട് ഇയാള് നോക്കി നിൽക്കുകയാണ്. അവരവസരം മുതലാക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അവിടെ സമസ്തയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. അവരെ കൂടി നമുക്ക് ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. വർഗീയ കലാപമോ അനൈക്യമോ ഉണ്ടാക്കാനുള്ള പ്രവർത്തനം സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തീവ്രവാദ പ്രചരണത്തിന് വേണ്ടിയോ അതിൽ നിന്നും അന്നൽക്കുള്ള ഇവിടെ ഏതെങ്കിലും മനുഷ്യരുടെയിൽ എന്തെങ്കിലും നിലക്കുള്ളതായ അനൈക്യവും സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇന്നേവരെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ നിന്നുണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് തുടരുമ്പോഴും വിവാദ വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സമസ്തയുടെ വേദിയിൽ ശ്രദ്ധിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാന കൗൺസിൽ അംഗമായ ES ബിജിമോൾക്ക് വിലക്കേർപ്പെടുത്തി CPI. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിനാണ് വിലക്ക്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ സംഭാഷണം ചോർന്നതിൽ നേതാക്കളോട് വിശദീകരണം തേടാനും CPI തീരുമാനിച്ചു. ഏലപ്പാറ മണ്ഡലം സമ്മേളനത്തിലെ സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിലാണ് ES ബിജിമോൾക്ക് CPI വിലക്കേർപ്പെടുത്തിയത്. മണ്ഡലം സെക്രട്ടറി സ്ഥാനത്തേക്ക് N ജയന്റെ പേരാണ് ജില്ലാ എക്സിക്യൂട്ടീവ് നിർദ്ദേശിച്ചത്. എന്നാൽ ബിജിമോളുടെ ഭർത്താവ് P.K. രജിയുടെ പേരും ഉയർന്നു വന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കം തീർക്കാൻ സമ്മേളന മാർഗരേഖ പ്രകാരം ബിജിമോൾ ഇടപെട്ടില്ലെന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് ബിജിമോളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലക്കിയത്. വിലക്ക് വന്നതോടെ 2 ദിവസം മുമ്പ് നടന്ന റാന്നി മണ്ഡലം സമ്മേളനത്തിൽ ഉദ്ഘാടകയായിരുന്ന ES ബിജിമോൾക്ക് പങ്കെടുക്കാനായില്ല. വിലക്കുള്ളതുകൊണ്ട് വരില്ലെന്ന് ബിജിമോൾ തന്നെ സംഘാടകരെ അറിയിക്കുകയും ചെയ്തു. പാർട്ടി സെക്രട്ടറിക്കെതിരെ ഉന്നത നേതാക്കൾ തമ്മിൽ നടത്തിയ സംഭാഷണം ചോർന്നതാണ് CPIയിലെ പുതിയ വിവാദം. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനും തമ്മിലുള്ള സംഭാഷണമാണ് ചോർന്നത്. സംഭാഷണം പൂർണ്ണമായി പുറത്തു വന്നെങ്കിലും താനറിയുന്ന നേതാക്കൾ ഇങ്ങനെയൊന്നും പറയില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി ആശ്വാസം കൊള്ളുന്നത്. ഞാനറിയുന്ന കമല സദാനന്ദനും എനിക്കറിയാവുന്ന ദിനകരനും അങ്ങനെ പറയാൻ വഴിയില്ല. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ഇലക്ഷൻ്റെ വലിയ കാര്യം നടക്കുന്നത് വളരെ കൊച്ചു കാര്യം നിങ്ങൾ കേൾപ്പിക്കലേ കാര്യം തെളിയെത്തി. പുറത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിലും സംഭാഷണത്തിൽ ഉൾപ്പെട്ട 2 നേതാക്കളോടും വിശദീകരണം തേടാനാണ് CPI നേതൃത്വത്തിന്റെ തീരുമാനം. 22 ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിന് മുമ്പ് വിശദീകരണം വാങ്ങും. മറുപടി ചർച്ച ചെയ്ത് നടപടി തീരുമാനിക്കാനാണ് നേതൃതലത്തിലെ ധാരണ. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ഹൈസ്കൂൾ ക്ലാസുകളിൽ പുതിയ സമയക്രമം നിശ്ചയിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിറങ്ങി. വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ അധിക പ്രവൃത്തി സമയമാണ്. 9:45 മുതൽ 4:15 വരെയാണ് ക്ലാസ് സമയം. പുതിയ ഉത്തരവ് പ്രകാരം വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ അധികം പ്രവൃത്തി ദിനമായിരിക്കും. രാവിലെയും വൈകുന്നേരവും 15 മിനിറ്റ് വീതമാണ് കൂട്ടിയത്. ഇനി മുതൽ ഹൈസ്കൂൾ ക്ലാസുകൾ രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയായിരിക്കും. ഇതിനു പുറമെ 6 ശനിയാഴ്ചകളും പ്രവൃത്തി ദിനങ്ങളാണ്. 220 പ്രവൃത്തി ദിവസങ്ങൾ വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ ഉത്തരവ്. അതേസമയം 1 മുതൽ 4 വരെയുള്ള ക്ലാസുകൾക്ക് ശനിയാഴ്ച പ്രവൃത്തി ദിനമായിരിക്കില്ല. UPയിൽ ഒരു അധ്യയന വർഷത്തിൽ 2 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസങ്ങളായിരിക്കും. സ്കൂൾ സമയമാറ്റത്തിൽ വിമർശനവുമായി സമസ്ത രംഗത്തെത്തി. മതപഠനം നടത്തുന്ന കുട്ടികളെ സമയമാറ്റം ബാധിക്കുമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിമർശിച്ചു. മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വേദിയിലിരുത്തിയായിരുന്നു വിമർശനം. സ്കൂളിന്റെ സമയം മാറ്റം അതൊരു അരമണിക്കൂർ ഹാസ്തിയാക്കുമ്പോൾ അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കുന്ന 12 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താറുള്ളത്. അപ്പൊ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുള്ളത് നമുക്കറിയാം. അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിനെതിരെ ഒരു വിഭാഗം അധ്യാപകരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. 24 തിരുവനന്തപുരം.
അതേസമയം ഈ വിഷയത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സമസ്തയുടെ വേദിയിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് മയപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നമുക്ക് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു പിടിവാശിയില്ല, ഒരു നിർബന്ധമില്ല. ഇത് പിന്നെ പരിശോധിക്കണേ ഒന്നുകൂടെ പരിശോധിക്കാം. എങ്ങനെ പരിശോധിച്ചാലും ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്ന ദിവസങ്ങൾ കുട്ടികൾ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ വേണോ പരിശോധിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. വിപിൻ, ഇക്കാര്യത്തിൽ സർക്കാർ പുറകോട്ട് പോവുകയാണ്, പുനഃപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിമർശനം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ, അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ആ വിമർശനത്തിന് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഇതിൽ നിലപാട് മയപ്പെടുത്തുകയാണ്, അതിൽ പിന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ, അല്ലേ, വിദ്യാഭ്യാസ വകുപ്പ്, അല്ലേ? അതെ വിജയകുമാർ, മതപഠനം നടത്തുന്ന കുട്ടികളെ ബാധിക്കും എന്നുള്ളതായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു വിമർശനം ഉണ്ടായത്. ഇത് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ വിമർശനം വന്നത്. അതിന്റെ തൊട്ടുപുറകെയാണ് ഇപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനൊക്കെയായി വന്നിട്ടുള്ള മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നിലപാട് പറയുന്നത്. അത് സർക്കാരിന് ഇതിലുമായി ഒരു പിടിവാശിയുമില്ല, പക്ഷേ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്ന പ്രവൃത്തി ദിവസങ്ങൾ ഈ കുട്ടികൾക്ക് ലഭിക്കണം. ഒപ്പം തന്നെ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. പരാതി ലഭിച്ചാൽ മുഖ്യമന്ത്രിയുമായി സംസാരിക്കും. ഒരു വിഭാഗത്തിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നപരിഹാരവുമായി വരട്ടെ. ആരുടെയും മതവിശ്വാസത്തെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഇപ്പോൾ സർക്കാരിനില്ല. തീരുമാനം പുനഃപരിശോധിക്കുന്നത് എല്ലാവരുമായി ചേർന്നുകൊണ്ടായിരിക്കും എന്നുള്ളത്, കർക്കശമായി അത് നടപ്പാക്കും എന്നുള്ള ഒരു നിലപാടിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ കോടതി കർശനമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സമയമാറ്റ ക്രമീകരണം നടപ്പാക്കിയത് എന്നുള്ളതും പറഞ്ഞു വെക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള തീരത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാനുള്ള സാധ്യതയും മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയും കാലവർഷത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോട്ടയം മുതൽ വയനാട് വരെയുള്ള 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഈ മാസം 15 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ജില്ലകളിലും തീരദേശ മലയോര പ്രദേശങ്ങളിലും ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചേക്കാം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മണിക്കൂറിൽ 40 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുവീശാനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഈ മാസം 15 വരെ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. 24 തിരുവനന്തപുരം. ഇടുക്കിയിൽ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന കല്ലാർകുട്ടി, പാംബ്ല ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. എറണാകുളം ജില്ലയിൽ ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇടവിട്ട് ശക്തമായി തുടരുകയാണ്. കറുകുറ്റിയിൽ സർവീസ് റോഡ് തകർന്നു. തൃശൂർ ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്കു മുകളിൽ മരം കടപുഴകി വീണു. തീവ്ര മഴ മുന്നറിയിപ്പില്ലാതിരുന്നിട്ടും ഇന്നലെ രാത്രിയിൽ ഇടുക്കിയിൽ പെയ്തത് അതിശക്തമായ മഴയാണ്. മണിക്കൂറുകൾ കൊണ്ട് കല്ലാർകുട്ടി, പാമ്പള ഡാമുകളിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്തി. കല്ലാർകുട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും ഒരടി വീതം ഉയർത്തി. മുതിരപ്പുഴയാറിലേക്കാണ് വെള്ളമൊഴുക്കുന്നത്. പാമ്പള ഡാമിന്റെ ഒരു ഷട്ടർ 50 സെന്റിമീറ്റർ ഉയർത്തി പെരിയാറിലേക്കും വെള്ളമൊഴുക്കുന്നു. ഇരുപുഴകളുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. എറണാകുളം ജില്ലയിൽ ഇടവിട്ടുള്ള കനത്ത മഴ തുടരുകയാണ്. കറുകുറ്റിയിൽ സർവീസ് റോഡ് തകർന്നു. മഴ ശക്തമായതോടെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസം റോഡിലെ കുഴിയിൽ വീണ് ലോറി മറിഞ്ഞിരുന്നു. തൃശൂർ ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് മുകളിൽ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സമുണ്ടായി. അഗ്നിരക്ഷാസേന എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 24 ഇടുക്കി. കോതമംഗലം പുയംകുട്ടി പുഴയിൽ ചൂണ്ടയിടാൻ പോയ യുവാവിനെ കാണാതായി. തിരുവനന്തപുരം സ്വദേശി സനോജിനെയാണ് കാണാതായത്. കുട്ടമ്പുഴ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. ശ്യാമം, എപ്പോഴായിരുന്നു സംഭവം? മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
വിജയകുമാർ, ഇന്ന് വൈകുന്നേരം 5:30യോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം സ്വദേശി സനോജിനെയാണ് കാണാതായത്. സനോജ് കൂവപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്താണ് ചൂണ്ടയിട്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഇയാളെ കാണാതാകുകയായിരുന്നു. സനോജ് ടാപ്പിംഗ് തൊഴിലാളിയാണ്. ഇതോടെ ഈ വിവരം, സനോജിനെ കാണാതായത് വിവരം പ്രദേശവാസികളാണ് അവിടെ ചൂണ്ടയിട്ടിരുന്ന ഒരാളെ കാണാതായ വിവരം പോലീസിൽ അറിയിക്കുന്നത്. തുടർന്ന് കുട്ടമ്പുഴ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പക്ഷേ സനോജിനെ കണ്ടെത്താനായില്ല. കനത്ത കുത്തൊഴുക്ക് പുഴയിലുള്ളതിനാൽ തിരച്ചിൽ അസാധ്യമാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. ആലപ്പുഴ കായംകുളത്ത് യുവാവ് കായലിൽ ചാടി. പുളിമുക്ക് സ്വദേശി രാഹുലാണ് കൂട്ടുംവാതുക്കൽ പാലത്തിൽ നിന്ന് ചാടിയത്. ഇന്നലെയാണ് രാഹുൽ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയത്. സുഹൃത്തിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ പാലത്തിൽ വാഹനം നിർത്തി താഴേക്ക് ചാടുകയായിരുന്നു. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഇന്നലെ ഗൾഫിൽ നിന്നെത്തി ഇന്ന് യാത്ര ചെയ്യുന്നതിനിടെ പാലത്തിൽ നിന്ന് കായലിലേക്ക് ചാടി. എന്താണ് അശ്വിൻ സംഭവിച്ചത്? വിജയകുമാർ, ഈ രാഹുലിനുള്ളത് 21 വയസ്സ് മാത്രമാണുള്ളത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഗൾഫിലേക്ക് പോയി അവിടെ സ്വന്തം ജോലിയൊക്കെ നോക്കി വരികയായിരുന്നു. അങ്ങനെ അവധിക്ക് ഇന്നലെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തി. ഇന്നലെ ബന്ധുക്കൾക്കൊക്കെ ഒപ്പം സമയം ചെലവഴിച്ച ശേഷം ഇന്ന് സുഹൃത്തുക്കളുമായി പുറത്തൊക്കെ പോയിരുന്നു. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി ഒരു സുഹൃത്തുമായി പുറത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ബൈക്കിൽ സഞ്ചരിക്കവേ രാഹുലിനൊരു ഫോൺ കോൾ വന്നു. ഈ ഫോൺ കോളിൽ പരിഭ്രാന്തനായ നിലയിലാണ് രാഹുലിനെ കണ്ടെത്തിയതെന്നാണ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പറയുന്നത്. പിന്നീട് വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും അവിടെ നിന്ന് ഈ പാലത്തിൽ, കല്ലുംവാതുക്കൽ പാലത്തിൽ വാഹനം നിർത്തുകയും അവിടെ നിന്ന് ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുകയുമാണ് ചെയ്തതെന്നുള്ളതാണ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് നിലവിൽ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് നടത്തുന്നത്. നല്ല ഒഴുക്കുള്ള സമയമാണ് ഈ പ്രദേശത്ത്. അതുകൊണ്ട് തന്നെ രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമം അതീവ ശ്രമകരമായ ജോലിയാണ്. നിലവിൽ ഇപ്പോഴും സ്കൂബ ടീം അടക്കം വെളിച്ച സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തുകയാണ്. എന്താണ് ഈ പുഴയിലേക്ക് ചാടാൻ, ഈ കായലിലേക്ക് ചാടാനുണ്ടായ സാഹചര്യം, ഫോൺ കോളിൽ ആരുടെ ഫോണാണ് വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ രാഹുൽ ചാടിയതിനൊപ്പം മൊബൈൽ ഫോണുമായാണ് ചാടിയത്. അതുകൊണ്ട് മൊബൈൽ ഫോണിലെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ടില്ല. എന്തായാലും തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി നടക്കുന്നുണ്ട്. വിജയകുമാർ, ഇന്നലെ വിദേശത്തു നിന്നെത്തി ഇന്ന് സുഹൃത്തിനൊപ്പം സഞ്ചരിക്കവേ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി. എന്താണ് പ്രകോപനം എന്നൊന്നും അറിയില്ല. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്ന് അവിടെ തെരച്ചിൽ നടത്തുകയാണ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. വ്യാജ പണയക്കാർഡുമായി കോഴിക്കോട് സ്വകാര്യ ബാങ്കിനെ കബളിപ്പിച്ച് 40 ലക്ഷം രൂപ തട്ടിയെടുത്ത് യുവാവ് മുങ്ങി. പട്ടപ്പകൽ നടുറോഡിൽ വെച്ചാണ് ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് പണമടങ്ങിയ ബാങ്ക് കവർന്നത്. അക്ഷയ ഫിനാൻസിയേഴ്സ് എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് സ്വർണ്ണപ്പണയം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇസാഫ് ബാങ്കിനെ സമീപിച്ചായിരുന്നു ഷിബിൻ ലാൽ എന്നയാൾ കവർച്ചയ്ക്ക് കളമൊരുക്കിയത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ഇടപാടിനായി കൊണ്ടുവന്ന പണം തട്ടിയെടുത്ത് പ്രതി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. പന്തീരാങ്കാവ് മണക്കടവ് റോഡിലെ അക്ഷയ ഫൈനാൻസിയേഴ്സിൽ 38 ലക്ഷം രൂപയ്ക്ക് സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും ഈ സ്വർണം എടുത്ത് ഇസാഫ് ബാങ്കിൽ 40 ലക്ഷം രൂപയ്ക്ക് മാറ്റിവെക്കാമെന്നും പറഞ്ഞ് ഷിബിൻലാൽ ഇസാഫ് ബാങ്കിനെ സമീപിച്ചിരുന്നു. ഷിബിൻലാൽ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുകയും ചെയ്തു. ഇടപാടിനായി അക്ഷയയിലെത്താൻ ആവശ്യപ്പെട്ടതോടെയാണ് 40 ലക്ഷം രൂപയുമായി ബാങ്ക് ജീവനക്കാരൻ അരവിന്ദ് എത്തിയത്. അക്ഷയ ഫൈനാൻസിയേഴ്സിലേക്ക് നടക്കുന്നതിനിടെ അരവിന്ദിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗ് ഷിബിൻലാൽ തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു. ഇല്ലാത്ത സ്വർണത്തിന്റെ കഥ പറഞ്ഞാണ് ഷിബിൻലാൽ ബാങ്കിനെ പറ്റിച്ചത്. അത് 51 ലക്ഷം കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളതല്ല എന്ന് പറഞ്ഞു. അവർ പോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള മുത്തൂറ്റുകാർ വന്നു. നിങ്ങളിങ്ങനെ ഷിബിൻലാലിന് വലിയ ലോൺ കൊടുത്തതിനോ ചോദിച്ചു. അവരോടും പറഞ്ഞു ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഞങ്ങളങ്ങനൊന്നും കൊടുക്കാറുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് രാവിലെയാണ് ഇസാക്ക് ബാങ്കിൻ്റെ 2 ആൾ വന്നിട്ട് പറഞ്ഞ് ഷിബിൻലാലിൻ്റെ ലോൺ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വരുന്നത് ഓടിപ്പോയതാണ്. പിന്നെ ഞങ്ങളൊന്നും അറിയില്ല. കറുത്ത സ്കൂട്ടറിൽ രക്ഷപ്പെട്ട ഷിബിൻലാലിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. 24 കോഴിക്കോട്. നടൻ ജി കൃഷ്ണകുമാറിന്റെ കുടുംബവും മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തിരിമറി കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DGPയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ കവടിയാറിലെ OBYOC എന്ന സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കൃഷ്ണകുമാറിന്റെ പരാതി. ഇതിൽ ജീവനക്കാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ പരാതിക്ക് പുറമെ സ്ഥാപനത്തിൽ ഓഡിറ്റിംഗ് ക്രമക്കേടുണ്ടെന്ന് ജീവനക്കാരുടെ പരാതിയിലും പ്രത്യേക പോലീസ് സംഘം അന്വേഷണം നടത്തി റിപ്പോർട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. ഇരു റിപ്പോർട്ടുകളും പരിശോധിച്ചാണ് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്.
അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് മേധാവി തീരുമാനിക്കും. കേസ് അന്വേഷണം നേരായ രീതിയിലല്ലെന്ന് കാണിച്ച് കൃഷ്ണകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരത്തെ പരാതി നൽകിയിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിൽ പോലീസിനുണ്ടാകുന്ന സാങ്കേതിക കാലതാമസവും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. വനിതാ ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നും 66 ലക്ഷം രൂപ QR കോഡ് വഴി എത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ജീവനക്കാർ ഒളിവിൽ പോയതോടെ ഇത് സംബന്ധിച്ച മൊഴി രേഖപ്പെടുത്താൻ പോലീസിനായില്ല. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ജീവനക്കാർ നൽകിയ തട്ടിക്കൊണ്ടുപോകൽ പരാതി കൗണ്ടർ കേസായി മാത്രമാണ് നിലവിൽ പരിഗണിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ തട്ടിക്കൊണ്ടുപോകൽ പരാതിയിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. 24 തിരുവനന്തപുരം. താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ 6 കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്കും ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മാതാപിതാക്കൾ സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പ്രതികൾക്ക് ക്രിമിനൽ ബന്ധമുള്ളതായി തെളിവില്ല എന്ന് കോടതി ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കി. വിധിയിൽ കടുത്ത നിരാശയുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പ്രതികരിച്ചു. കർശന ഉപാധികളോടെയാണ് 6 വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ ബോണ്ട് നൽകണം, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം, ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുമായി സമ്പർക്കമുണ്ടാകാൻ അനുവദിക്കരുത് തുടങ്ങിയ ഉപാധികളാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതോടെ 3 മാസമായി ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്കും വീട്ടിലേക്ക് മടങ്ങാം. ഹൈക്കോടതി നിലപാടിൽ കടുത്ത നിരാശയിലാണ് ഷഹബാസിന്റെ കുടുംബം. ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന പിതാവ് ഇക്ബാൽ. ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഇവർക്ക് ജാമ്യം അനുവദിച്ചതിന്റെ ഇവരെ പിന്നിൽ രാഷ്ട്രീയപരമായിട്ട് ആളുകൾ ഉണ്ട് എന്ന് ഉറപ്പായി. ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നത്. അതായത് ഇത്തരം കുട്ടികൾ ഇവരെ പശ്ചാത്തലം പിന്നിലുള്ള വളരെ ക്രിമിനലായ പശ്ചാത്തലമാണ്. അതുകൊണ്ട് ഇനി നാളെ ഇത് വേറൊരു കുട്ടിക്ക് ഒരു രക്ഷിതാവിനും ഇത് ഉണ്ടാവാൻ പാടില്ല. കുറ്റാരോപിതർക്ക് ജീവഹാനി ഉണ്ടാകുമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചില്ല. 3 മാസം മുൻപ് കുറ്റാരോപിതരുടെ സ്കൂളിലേക്ക് കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞെത്തിയ ഊമക്കത്താണ് കോടതി തള്ളിയത്. കുറ്റാരോപിതരുടെ ക്രിമിനൽ ബന്ധം തെളിയിക്കാനും പ്രോസിക്യൂഷനായില്ല. ഫെബ്രുവരി 27 നടന്ന ഏറ്റുമുട്ടലിൽ സാരമായി പരിക്കേറ്റ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മാർച്ച് 1 പുലർച്ചെയാണ് ഷഹബാസ് മരിച്ചത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ഷില്ലോങ് ഹണിമൂൺ കൊലക്കേസിൽ ഭർത്താവിനെ കൊലപ്പെടുത്താൻ സോനം രഘുവംശി കൊലയാളികൾക്ക് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നതായി പോലീസ്. കൊലപാതക ദിവസം ഭർത്താവിന്റെ പേഴ്സിൽ നിന്ന് കൊലയാളികൾക്ക് ചെലവുകൾക്കായി 15,000 രൂപ നൽകി. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട സോനം ഇൻഡോറിലെത്തി രാജ് കുശ്വാഹയ്ക്കൊപ്പം 3 ദിവസം കഴിഞ്ഞതായും പോലീസ് കണ്ടെത്തി. രാജ രഘുവൻഷിയെ കൊലപ്പെടുത്താൻ കൊലയാളികളെ കണ്ടെത്തിയത് രാജ് കുശ്വാഹയാണെങ്കിലും പണം വാഗ്ദാനം ചെയ്തത് സോനമെന്നാണ് പോലീസ് പറയുന്നത്. 20 ലക്ഷമായിരുന്നു ഓഫർ. 15,000 ആദ്യം നൽകി, അതും ഭർത്താവിന്റെ പേഴ്സിൽ നിന്നും. കൊലയ്ക്ക് ശേഷം ടാക്സിയിലാണ് സോനം ഗുവാഹത്തിയിലെത്തിയത്. അവിടെ നിന്ന് ട്രെയിനിൽ ഇൻഡോറിലും. ആൺ സുഹൃത്തിനൊപ്പം 25, 26, 27 തീയതികളിൽ വാടക ഫ്ളാറ്റിൽ താമസിച്ചു. കൊലയാളികളും ഇതേ റൂട്ടാണ് സ്വീകരിച്ചത്. സഹോദരിയായി ഇനി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നും രാജ രഘുവൻഷിക്ക് നീതി കിട്ടാനായി പോരാടുമെന്നും സോനത്തിന്റെ സഹോദരൻ പ്രതികരിച്ചു. അതേസമയം കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്നാണ് രാജ് കുശ്വാഹ പോലീസിന് നൽകിയ മൊഴി. കൊല്ലാൻ ആലോചിച്ചെങ്കിലും പിന്നീട് സോനത്തെ പിന്തുണച്ചില്ല. മേഘാലയയിലേക്ക് പോകാനുള്ള പദ്ധതി ഉപേക്ഷിച്ചിരുന്നു. മറ്റു 3 പേരോടും പോകരുതെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സോനം ടിക്കറ്റ് എടുത്തതോടെ 3 കൊലയാളികൾക്കും മേഘാലയ കാണാൻ ആഗ്രഹം കൂടി. അവസാന ഘട്ടത്തിലും കൊല്ലണമെന്ന് വിചാരിച്ചിരുന്നില്ല. എന്നാൽ സോനം നിർബന്ധിച്ചുവെന്നും രാജ് കുശ്വാഹ മൊഴി നൽകി. എന്നാൽ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രതികളെ ഷില്ലോങ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24, ഡൽഹി. ആലപ്പുഴ ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ 1-ലധികം വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയായെന്ന് സംബന്ധിച്ച് പ്രിൻസിപ്പലിന്റെ വാർത്താക്കുറിപ്പ്. കട്ടച്ചിറ സ്വദേശിയായ 13 വയസ്സുകാരന്റെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. സംഭവത്തിൽ 6 +1 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. തിങ്കളാഴ്ച രാത്രി 10:00-ഓടെയാണ് സംഭവം. കട്ടച്ചിറ സ്വദേശിയായ 13 വയസ്സുകാരനാണ് സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് മർദ്ദനമേറ്റത്. UP വിഭാഗത്തിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഹോസ്റ്റലിലേക്ക് പുതുതായി എത്തിയതായിരുന്നു മർദ്ദനമേറ്റ കുട്ടി. സീനിയർ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത മറുപടി നൽകിയതിനായിരുന്നു മർദ്ദനം. അവിടെ 2 ചേട്ടന്മാർ എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞ ഉടനെ തന്നെ വേറൊരു ചേട്ടൻ്റെ കാരണത്തടിച്ചു. എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് നടുക്കത്തെ ബെഡിൽ കൊണ്ടുപോയിട്ട് പുറത്തും വയറ്റത്തും ചെകിടത്തൊക്കെ കുറേ ഇടിച്ച്. അവിടെ ഞാൻ എത്തിയ സമയത്ത് അവിടെ 3-4 വേറെ കുട്ടികളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവർ ഇങ്ങനെ 2 പേര് ഒരു ബെഡിൽ കിടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു.
ഞാൻ ഇല്ലെന്ന് പറഞ്ഞതും അവരെന്നെ കർണത്ത് കുറേ അടിച്ചു, വയറ്റത്ത് പുറത്തൊക്കെ അടിച്ചു. വൈദ്യപരിശോധനകൾക്ക് ശേഷം പിതാവും കുട്ടിയും മാന്നാർ പോലീസിൽ റാഗിങ്ങിനെ സംബന്ധിച്ച് മൊഴി നൽകി. റാഗിംഗ് വിവരം സ്കൂൾ അധികൃതർ തങ്ങളിൽ നിന്നും മറച്ചുവെച്ചതായി കുട്ടിയുടെ പിതാവ് ആരോപിച്ചു. മകനെ 8-9 പേര് ചേർന്ന് റാഗ് ചെയ്യുകയും മോനെ ശരിക്കും മർദ്ദിക്കുകയും മോൻ ഒരു അബോധാവസ്ഥയിൽ ഉണ്ടാവുകയാണ് ഉണ്ടായത്. ഈ സംഭവം ഞാനോ എൻ്റെ വീട്ടിലുള്ള എൻ്റെ വൈഫോ ആരും ഇത് സംഭവം അറിഞ്ഞില്ല. സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാര്യവും ചെയ്യാം, നേഴ്സിംഗ് എല്ലാം ഉള്ള എല്ലാം ഉള്ളതാണ്. പക്ഷെ അവരൊന്നും ആ ഭാഗത്ത് വരികയും ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക് സമാന അനുഭവം നേരിട്ടതായി സ്കൂൾ പ്രിൻസിപ്പൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്നെ സെക്യൂരിറ്റി വിവരം അറിയിച്ചു. തുടർന്ന് ഹോസ്റ്റലിലെത്തിയ സ്കൂൾ അധികൃതർ +1 വിദ്യാർത്ഥികളെ രാത്രി തന്നെ സസ്പെൻഡ് ചെയ്തതായും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. സ്കൂൾ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വിഷയത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് മാനേജ്മെന്റ് തീരുമാനം. 24 ആലപ്പുഴ. പകൽ സമയത്ത് കറണ്ട് പോയത് ചോദ്യം ചെയ്ത് കാസർഗോഡ് പടന്നക്കാട് KSEB ജീവനക്കാർക്ക് മർദ്ദനം. പടന്നക്കാട് സെക്ഷനിലെ സബ് എഞ്ചിനീയർ, ഓവർസിയർ, ലൈൻമാൻമാർ എന്നിവരെയാണ് മദ്യപിച്ചെത്തിയ സംഘം മർദ്ദിച്ചത്. സംഭവത്തിൽ ദിനൂപ്, സുമിത്, ഷാജി എന്നിവരെ അറസ്റ്റ് ചെയ്തു. പടന്നക്കാട് സെക്ഷനിലെ സബ് എഞ്ചിനീയർ ശശി, ഓവർസിയർ ശ്രീജിത്ത്, ലൈൻമാൻമാരായ അശോകൻ, പവിത്രൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കൊട്രച്ചാൽ ജംഗ്ഷനിലെ പോസ്റ്റുകളിലെ അറ്റകുറ്റപ്പണികൾക്കായി എത്തിയ ജീവനക്കാർക്കെതിരെയായിരുന്നു അക്രമം. കാറിലെത്തിയ സംഘം പകൽ സമയത്ത് വൈദ്യുതി മുടങ്ങിയെന്നാരോപിച്ച് സബ് എഞ്ചിനീയർ ശശിയെ ക്രൂരമായി അടിച്ചു. മുഖത്ത് കല്ലുപയോഗിച്ച് കുത്തി. തടയാൻ ചെന്ന മറ്റ് ജീവനക്കാരെയും പ്രതികൾ ആക്രമിച്ചു. പിടിച്ചുമാറ്റാൻ ശ്രമിച്ച നാട്ടുകാരെയും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസിനെയും മൂവർ സംഘം കയ്യേറ്റം ചെയ്തു. ബലം പ്രയോഗിച്ചാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. സംഭവത്തിൽ ദിനൂപ്, സുമിത്, ഷാജി എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. 24 കാസർഗോഡ്. കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടിയിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്തി. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് RTF ആണ് കുട്ടിയെ കണ്ടെത്തിയത്. സമീർ C. മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. സമീർ, കുട്ടിയിൽ നിന്നുള്ള അല്ലെങ്കിൽ കുട്ടിയുടെ അവസ്ഥ എന്താണ്? വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ പോലീസ്? രക്ഷിതാക്കൾ കുട്ടിയെ സ്വീകരിക്കാനായി അല്ലെങ്കിൽ കുട്ടിയെ ഏറ്റുവാങ്ങാനായി കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടോ? എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കുട്ടിയെ കാണാതായത്. കൊയിലാണ്ടി ബീച്ച് റോഡിൽ താമസിക്കുന്ന ജാസിന്റെ മകൻ 15 വയസ്സുള്ള മുഹമ്മദ് ഷിഹാബിനെ കാണാതാവുകയായിരുന്നു. കുട്ടി ദർസ് പഠിക്കുന്നതിന് വേണ്ടിക്കൊണ്ടാണ് പോയത്. പിന്നീട് കുട്ടിയെ കാണാതാവുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി. ആ അന്വേഷണത്തിൽ താമരശ്ശേരി ബസ് സ്റ്റാൻഡ് വരെ കുട്ടി എത്തിയതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സന്ധ്യയോടുകൂടെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ വെച്ചുകൊണ്ടാണ് RPF ഉദ്യോഗസ്ഥർ കുട്ടിയെ കണ്ട് തിരിച്ചറിയുകയും അക്കാര്യം ബന്ധുക്കളെയും അതുപോലെ താമരശ്ശേരി, കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനുകളിൽ അറിയിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബന്ധുക്കൾ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല 3 പേർ ആണ് ചേർന്നാണ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. അത് കുട്ടി ഭീതിപ്പെടുന്നതിന്റെ ഭയപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നതാണോ അതല്ല മറ്റെന്തെങ്കിലും ഇടപെടലുകൾ ഇത്തരം ഒരു സംഭവത്തിന് പിന്നിൽ ഉണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഇപ്പോൾ രക്ഷിതാക്കൾ എറണാകുളത്തേക്ക് തിരിച്ചിട്ടുണ്ട്. വിജയകുമാർ. സമീർ C. മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾക്കെതിരെ ലോസ് ആഞ്ചലസിൽ കലാപം തുടരുന്നു. കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മേയർ. നാഷണൽ ഗാർഡുകളെ വിന്യസിപ്പിച്ചതിനെതിരെ കാലിഫോർണിയ ഗവർണറുടെ ഹർജി ഫെഡറൽ കോടതി തള്ളി. മറ്റു നഗരങ്ങളിലേക്കും പ്രക്ഷോഭം വ്യാപിച്ചു. ലോസ് ഏഞ്ചലസിൽ ഇന്നലെ പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഇന്നലെ മാത്രം 197 പേരെ അറസ്റ്റ് ചെയ്തു. പ്രക്ഷോഭം കലാപത്തിലേക്ക് നീങ്ങിയ പശ്ചാത്തലത്തിൽ ലോസ് ഏഞ്ചലസിലെ ചിലയിടങ്ങളിൽ മേയർ കർഫ്യൂ പ്രഖ്യാപിച്ചു. പ്രക്ഷോഭം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഫെഡറൽ സ്വത്തുക്കളും ജീവനക്കാരെയും സംരക്ഷിക്കാൻ സൈന്യത്തെ വിന്യസിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു.
അനധികൃത കുടിയേറ്റക്കാരുടെ പ്രക്ഷോഭം അമർച്ച ചെയ്യാൻ നാഷണൽ ഗാർഡുകളെയും മറീനുകളെയും ഉപയോഗിക്കുന്നതിൽ നിന്നും ട്രംപ് ഭരണകൂടത്തെ വിലക്കുന്ന ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന കാലിഫോർണിയയുടെ ഹർജി ഫെഡറൽ കോടതി നിരസിച്ചു. കലാപ സാഹചര്യം അവസാനിക്കുന്നതുവരെ നാഷണൽ ഗാർഡുകൾ ലോസ് ഏഞ്ചലസിൽ തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. 700 മറീനുകളും 4000 നാഷണൽ ഗാർഡുകളും നിലവിൽ ലോസ് ഏഞ്ചലസിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ നടപടി ആഭ്യന്തര പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ഡെമോക്രാറ്റിക് നേതാക്കൾ കുറ്റപ്പെടുത്തി. അനധികൃത കുടിയേറ്റക്കാരുടെ പരിശോധന US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആരംഭിച്ചതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച പ്രക്ഷോഭം തുടങ്ങിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. മുൻനിര ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ നിർമ്മാതാക്കളായ വി-ഗാർഡ് അത്യാധുനിക ലെക്സ് ക്യൂബ് വാട്ടർ ഹീറ്റർ അവതരിപ്പിച്ചു. ലെക്സ് ക്യൂബ് DG, ലെക്സ് ക്യൂബ് സ്മാർട്ട് എന്നീ മോഡലുകളാണ് പുറത്തിറക്കിയത്. ചൂടും തണുപ്പും തരംതിരിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മാണം. ആകർഷകമായ ഡിസൈനോടുകൂടി പുറത്തിറങ്ങുന്ന വാട്ടർ ഹീറ്ററുകൾക്ക് സാധാരണ വാട്ടർ ഹീറ്ററുകളെക്കാൾ 38% അധികം ചൂടുവെള്ളം നൽകാൻ കഴിയും. വി-ഗാർഡ് സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും അലക്സ, ഗൂഗിൾ ഹോം വഴിയും വാട്ടർ ഹീറ്ററുകൾ നിയന്ത്രിക്കാം. ആധുനിക ജീവിത നിലവാരത്തെ പുനർനിർവചിക്കുകയാണ് ലെക്സ് ക്യൂബ് വാട്ടർ ഹീറ്ററുകൾ എന്ന് വി-ഗാർഡ് മാനേജിംഗ് ഡയറക്ടർ മിഥുൻ ചിറ്റിലപ്പള്ളി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ദക്ഷിണേന്ത്യൻ വിപണിയാണ് ലക്ഷ്യമിടുന്നത് എന്ന് വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഡയറക്ടറും സിഇഒയുമായ വി രാമചന്ദ്രൻ പറഞ്ഞു. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.